സ്വാഗതം 9 PM ന്യൂസിലേക്ക്. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 13,832 പേർക്ക് കൂടി കോവിഡ്, 171 മരണം, 18,172 പേർ രോഗമുക്തർ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.72%. കോവിഡ് വാക്സിന് 5% GST നിലനിർത്താൻ GST കൗൺസിൽ തീരുമാനം. മുഴുവൻ കോവിഡ് പ്രതിരോധ ഉപകരണങ്ങളുടെയും GST ഒഴിവാക്കണം എന്നതാണ് സംസ്ഥാനത്തിന്റെ നിലപാടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കെ സുരേന്ദ്രനുമായുള്ള സംഭാഷണത്തിന്റെ ഒരു ശബ്ദരേഖ കൂടി പ്രസീത പുറത്തുവിട്ടു. CK ജാനുവിന് പണം കൈമാറുന്നത് PK കൃഷ്ണദാസ് അറിയരുത് എന്ന് കെ സുരേന്ദ്രൻ. ബാഗിൽ പണവുമായി കുറെ ദിവസമായി നടക്കുന്നുവെന്നും സംഭാഷണത്തിൽ കെ സുരേന്ദ്രൻ JRP സംസ്ഥാന ട്രഷറർ പ്രസീത അഴീക്കോടിനോട്. ജാനുവിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി പരാതി നൽകുമെന്നും പ്രസീത. JP നദ്ദയ്ക്ക് പിന്നാലെ കെ സുരേന്ദ്രനെ ശാസിച്ച് BJP ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷും. കുഴൽപ്പണ ഇടപാട് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയെന്ന BL സന്തോഷ്. സുരേന്ദ്രനെ കാണാൻ കൂട്ടാക്കാതെ അമിത്ഷാ. അറസ്റ്റ് ഭയന്നല്ല ദില്ലിയിൽ തങ്ങുന്നത് എന്ന് കെ സുരേന്ദ്രൻ. മഞ്ചേശ്വരത്ത് കെ സുന്ദരയ്ക്ക് BJP നൽകിയ കോഴയിലെ 1 ലക്ഷം രൂപ കണ്ടെത്തി. കേരളവുമായുള്ള ബന്ധം പരിമിതപ്പെടുത്തി ലക്ഷദ്വീപിലേക്കുള്ള ചരക്കു നീക്കം പൂർണ്ണമായും മംഗലാപുരത്തേക്ക്. 6 നോഡൽ ഓഫീസർമാരെയും ബേപ്പൂരിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനെയും മംഗലാപുരത്തേക്ക് മാറ്റി. അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ തിങ്കളാഴ്ച ദ്വീപിലെത്തും. പട്ടേലിന്റെ സന്ദർശനം വിവാദമുയർന്നതിന് ശേഷം ഇതാദ്യം. മുട്ടിൽ വനം കൊള്ളയിൽ അന്വേഷണം ഊർജിതമാക്കി സർക്കാർ. അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് ADGP ശ്രീജിത്തിന്. സംഘത്തിൽ ഫോറസ്റ്റ് വിജിലൻസ് ഉദ്യോഗസ്ഥരും. കോൺഗ്രസിന് മലങ്കര കത്തോലിക്ക സഭയുടെ രൂക്ഷ വിമർശനം. കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ നിഴലായി മാറി. കോൺഗ്രസിന്റേത് ആടിനെ പ്ലാവില കാട്ടി കൂട്ടിൽ കയറ്റുന്ന വഞ്ചനയാണെന്നും സഭാ മാസിക ക്രൈസ്തവ കാഹളം. സംസ്ഥാനത്തിന് 5.38 ലക്ഷം ഡോസ് വാക്സിൻ കൂടി ലഭ്യമായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനം വാങ്ങിയ 1,88,820 ഡോസ് കോവിഷീൽഡ് വാക്സിനും കേന്ദ്രം അനുവദിച്ച 3.5 ലക്ഷം കോവിഷീൽഡ് വാക്സിനുമാണ് ലഭിച്ചത്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ഷീജ, കേരളത്തിന് എത്ര ഡോസ് വാക്സിൻ ലഭിച്ചുവെന്നാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്? അരുൺ, പ്രധാനമായും സംസ്ഥാനത്ത് കൂടുതൽ വാക്സിൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. 5.38 ലക്ഷം ഡോസ് വാക്സിനാണ് ഇപ്പോൾ പുതുതായി സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിലായി എത്തിയിട്ടുള്ളത്. ഇതിൽ സംസ്ഥാനം വില കൊടുത്തു വാങ്ങിയ 1,88,820 ഡോസ് കോവിഷീൽഡ് വാക്സിനും അതോടൊപ്പം തന്നെയാണ് കേന്ദ്രം സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ള 3.5 ലക്ഷം കോവിഷീൽഡ് വാക്സിനും ഉൾപ്പെടെയാണ് ആകെ 5.38 ലക്ഷം ഡോസ് വാക്സിൻ സംസ്ഥാനത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മുഖേന ഓർഡർ നൽകിയ സംസ്ഥാനത്തിന്റെ വാക്സിൻ അത് ഇന്നലെ എറണാകുളം ജില്ലയിൽ എത്തിയിരുന്നു. ഇത് വിവിധ ജില്ലകളിലായി ഇന്ന് വിതരണം ചെയ്തു വരികയാണ്. അതിന് പുറമെയാണ് ഇന്ന് രാത്രിയോടുകൂടി കേന്ദ്രം അനുവദിച്ച കോവിഷീൽഡ് വാക്സിൻ കൂടി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും ഇതോടുകൂടി സംസ്ഥാനത്തെ ആകെ വാക്സിനുകൾ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുള്ള ഡോസ് എന്ന് പറയുന്നത് 1,10,52,440 ഡോസ് വാക്സിനാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 9,35,530 ഡോസ് കോവിഷീൽഡ് വാക്സിനും അതോടൊപ്പം തന്നെ 1,37,580 കോവാക്സിനും ഉൾപ്പെടെയാണ് ഇത്രയും ലഭിച്ചിട്ടുള്ളത് സംസ്ഥാനത്തിന്. ഇതിൽ തന്നെ 90,34,680 ഡോസ് കോവിഷീൽഡ് വാക്സിനും അതോടൊപ്പം തന്നെ 9,44,650 ഡോസ് കോവാക്സിനും കേന്ദ്രം സംസ്ഥാനത്തിന് അനുവദിച്ചതുമാണ്. ഈ രീതിയിൽ ഏതായാലും സംസ്ഥാനത്ത് വാക്സിനേഷൻ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. കൂടുതൽ വാക്സിൻ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാക്കിക്കൊണ്ട് കാരണം സംസ്ഥാനത്ത് ഒരു ദൗർലഭ്യം വാക്സിന് കേന്ദ്രത്തിൽ നിന്നും അനുവദിക്കുന്ന സൗജന്യ വാക്സിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. അത് തൽക്കാലത്തേക്ക് ആ ക്ഷാമം പരിഹരിക്കാൻ ഇപ്പോൾ എത്തിയ കൂടുതൽ വാക്സിനുകൾ സഹായകരമാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ, ശരി. ശ്രീജിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് 13,832 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 18,172 പേർ രോഗമുക്തി നേടി. ചികിത്സയിലുള്ളവർ 1,29,488 ആകെ രോഗമുക്തി നേടിയവർ 25,70,769 ആണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,08,734 സാമ്പിളുകളാണ് പരിശോധിച്ചത്.
ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ട് നിലവിൽ ഇല്ല എന്നത് വേണം മനസ്സിലാക്കാൻ. കോവിഡ് വാക്സിൻ്റെ GST ഒഴിവാക്കില്ല. ഇന്ന് ചേർന്ന GST കൗൺസിലിൽ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടു. വാക്സിൻ 5% GST തുടരും. അതേസമയം കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട മരുന്നുകളുടെയും സാമഗ്രികളുടെയും നികുതി കുറയ്ക്കാനും തീരുമാനിച്ചു. 8-അംഗ മന്ത്രിതല സമിതിയുടെ ശുപാർശകൾ കൂടി പരിഗണിച്ചാണ് നികുതി കുറയ്ക്കാൻ GST കൗൺസിൽ തീരുമാനമുണ്ടായത്. വെന്റിലേറ്റർ, മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ, കോവിഡ് പരിശോധനാ കിറ്റ്, ഓക്സിജൻ കോൺസെൻട്രേറ്റ്, ബൈപാപ്പ് മെഷീൻ എന്നിവയുടെ GST 12% നിന്ന് 5% കുറച്ചു. ബ്ലാക്ക് ഫംഗസ് ചികിത്സയ്ക്കുള്ള മരുന്നായ ആംഫോടെർസിൻ BA GSTയിൽ നിന്ന് ഒഴിവാക്കി. റെംഡെസിവിർ, ഹെപ്പാരിൻ പോലുള്ള ആന്റി കൊയാഗുലന്റ് എന്നിവയുടെ നികുതി 12% നിന്നും 5% എന്നാൽ വാക്സിനുകളുടെ നികുതി 5% തന്നെ തുടരും. ഹാൻഡ് സാനിറ്റൈസർ, ഊഷ്മ വളക്കുന്നതിനുള്ള ഉപകരണങ്ങൾ എന്നിവയുടെ നികുതി 18% നിന്നും 5% കുറച്ചു. ശ്മശാനങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത ചൂളയുടെയും അനുബന്ധ സാമഗ്രികളുടെയും നികുതി 18% നിന്ന് 5%. 28% ആംബുലൻസ് നികുതി 12% കുറച്ചു. പുതുക്കിയ നിരക്കുകൾ സെപ്റ്റംബർ 30 വരെയായിരിക്കും ബാധകമാവുക. കൈരളി ന്യൂസ്, ദില്ലി. കോവിഡ് ചികിത്സാ സംവിധാനങ്ങൾക്കെല്ലാം പൂർണ്ണമായും നികുതി ഇളവ് വേണം എന്ന് കേരളത്തിന്റെ ആവശ്യം GST കൗൺസിൽ അംഗീകരിച്ചില്ല എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കോവിഡ് പ്രതിരോധ വാക്സിനെ GSTയിൽ നിന്ന് ഒഴിവാക്കിയില്ല. RT-PCR പരിശോധനാ ഉപകരണത്തിന് നികുതി കുറയ്ക്കാത്തത് പ്രതിഷേധാർഹമാണ് എന്നും KN ബാലഗോപാൽ പറഞ്ഞു. കോവിഡ് ചികിത്സാ സംവിധാനങ്ങൾക്കെല്ലാം പൂർണ്ണമായും നികുതി ഇളവ് വേണമെന്നായിരുന്നു GST കൗൺസിൽ യോഗത്തിൽ കേരളം ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം GST കൗൺസിൽ അംഗീകരിച്ചില്ല. കോവിഡ് പ്രതിരോധ വാക്സിനെ GSTയിൽ നിന്ന് ഒഴിവാക്കിയില്ല. എന്നാൽ കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെ നികുതി 5% കുറച്ചു. കേരളത്തിൻ്റെ അഭിപ്രായം ഈ കോവിഡുമായി ബന്ധപ്പെട്ട എല്ലാ മരുന്നുകൾക്കും എക്യുപ്മെൻറ്റുകൾക്കും 0 റേറ്റിംഗ് ആക്കണമെന്നുള്ളതായിരുന്നു. 0 റേറ്റിങ്ങിലേക്ക് വന്നിട്ടില്ല. എന്നാൽ പോലും കഴിഞ്ഞ ഈ GST കൗൺസിൽ ചേരുന്ന സമയത്തുണ്ടായിരുന്നതിനേക്കാളും വലിയ തോതിൽ മരുന്നുകളുടെയും എക്യുപ്മെൻറ്റുകളുടെയും വില കുറയ്ക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് എന്നുള്ള കാര്യമുണ്ട്. RT-PCR വേണ്ടിയിട്ടുള്ള മെഷീന്, അതിൻ്റെ RNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള മെഷീന്, ജീനോം സീക്വൻസിങ്ങിനുള്ള മെഷീന്, ഇതിനൊന്നും ടാക്സ് കുറച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ശക്തമായ പ്രതിഷേധം ഇപ്പോഴും തുടരുന്ന കാര്യമാണ്. RT-PCR പരിശോധനാ ഉപകരണത്തിന് നികുതി കുറയ്ക്കാത്തത് പ്രതിഷേധാർഹമെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. മരുന്ന്, ഓക്സിജൻ നിർമ്മാണത്തിനുള്ള ഉപകരണം, പരിശോധനാ കിറ്റും മറ്റുള്ളവയും എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായി തിരിച്ചാണ് ഇളവ് നൽകിയിട്ടുള്ളത്. പുതുക്കിയ നിരക്കുകൾ സെപ്റ്റംബർ 30 വരെയാകും ബാധകമാകുക. ഒരു മഹാമാരി എന്ന നിലയിലേക്ക് ഇതിനെ ഒരു പ്രത്യേക സ്ഥിതി തന്നെ കാണണം, വ്യത്യസ്തമായി കാണണം. അതുകൊണ്ട് 0 റേറ്റിംഗ് ആവണം, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 0.1 ചില ഐറ്റങ്ങളിൽ ആക്കണം. അത് ആക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, സംസ്ഥാനങ്ങൾ കഴിഞ്ഞ GST കൗൺസിലിൽ അതിശക്തമായ നിലപാടെടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സംസ്ഥാനങ്ങൾ GST കൗൺസിലിലും പുറത്തും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ കേന്ദ്രത്തിന് എഴുതുന്നു, വലിയ തോതിൽ പ്രഷർ ജനങ്ങളുടെ ഭാഗത്ത് വരുന്നു, പത്രമാധ്യമങ്ങൾ എഴുതുന്നു. ഇതിൻ്റെ എല്ലാം കൂടി ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ വന്നത്. എങ്കിലും 0 റേറ്റിംഗിലേക്ക് എത്താമായിരുന്നു എന്ന അഭിപ്രായം ഈ മരുന്നുകളുടെ കാര്യത്തിലും ഇത്രയും പ്രധാനപ്പെട്ട കാര്യത്തിലും ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി ഉയർത്തിയതിൽ വ്യക്തത വരാനുണ്ട്. ഗ്രാൻഡായി തരേണ്ടത് കടമായി തരാമെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. പണമില്ലാത്തതുകൊണ്ട് പദ്ധതികൾ നടപ്പാക്കാതിരിക്കില്ല. 100 ദിന കർമ്മ പരിപാടിയെ സാമ്പത്തിക ബുദ്ധിമുട്ട് ബാധിക്കില്ല എന്നും ധനമന്ത്രി പറഞ്ഞു. നമ്മുടെ അലോക്കേഷനായിട്ട് തരേണ്ട, ഗ്രാൻഡായിട്ട് തരേണ്ട പൈസ കടമായിട്ട് നിങ്ങൾക്ക് തരാം. അതിൻ്റെ പലിശയുടെയൊക്കെ കാര്യം ചിലതൊക്കെ ഞങ്ങൾ നോക്കാവുന്ന നിലയിലാണ്. അതിൻ്റെ ഒരു ഭാഗമുണ്ട്. എന്നാൽ കുറച്ച് കടത്തിൻ്റെ പരിധി വർദ്ധിപ്പിക്കുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട്. കുറച്ച് ഭാഗം അതിനകത്ത് ടൈഡായിട്ടാണ്, ഇന്ന കാര്യം ചെയ്താലേ തരും. അത് ചിലപ്പം നമ്മുടെ സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിന് എത്രത്തോളം ഗുണകരമാണ്, ഫൈനാൻസസിന് എത്രത്തോളം ഗുണകരമാണെന്ന് തുടങ്ങിയ കാര്യങ്ങളൊന്നും നോക്കണമെന്നാണ് ഞങ്ങൾ അറിയുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ലക്ഷദ്വീപിലേക്കുള്ള ചരക്ക് നീക്കം ബേപ്പൂരിൽ നിന്നും മാറ്റി പകരം മംഗലാപുരം വഴിയാക്കാൻ നടപടി തുടങ്ങി. ഇതിനായി ലക്ഷദ്വീപ് ഭരണകൂടം 6 നോഡൽ ഓഫീസർമാരെ മംഗലാപുരത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ദ്വീപ് ജനതയ്ക്ക് കേരളവുമായുള്ള ബന്ധം പരിമിതപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഇതിനിടെ വിവാദമുയർന്നതിന് ശേഷം ആദ്യമായി അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഖോഡ പട്ടേൽ തിങ്കളാഴ്ച ലക്ഷദ്വീപിലെത്തും. ഐഷ സുൽത്താനയോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്ന ഈ മാസം 20 വരെ പട്ടേൽ കവരത്തിയിൽ തങ്ങും. കേരളത്തിലെ ബേപ്പൂർ തുറമുഖം വഴിയായിരുന്നു പതിറ്റാണ്ടുകളായി ദ്വീപുമായി ബന്ധപ്പെട്ട ചരക്കുകളുടെ നീക്കം. കേരളത്തെ ഉപേക്ഷിച്ച് BJP ഭരണത്തിലുള്ള കർണാടകവുമായി ദ്വീപിനെ ബന്ധിപ്പിക്കുക എന്ന BJP അജണ്ടയാണ് പുതിയ ഉത്തരവിലൂടെ പുറത്തുവരുന്നത്. ബേപ്പൂരിന് പകരം ഇനി മംഗലാപുരം തുറമുഖം വഴിയായിരിക്കും ദ്വീപിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുക. മംഗലാപുരം വഴിയുള്ള ചരക്ക് നീക്കം വർദ്ധിപ്പിക്കുന്നതിനായി ദ്വീപ് ഭരണകൂടം 6 നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചു. ദ്വീപിലെ തുറമുഖ വിഭാഗത്തിലെ 6 ജീവനക്കാരെയാണ് മംഗലാപുരത്തേക്ക് മാറ്റിയത്.
ഇതിനിടെ വിവാദമുയർന്നതിന് ശേഷം ആദ്യമായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഖോഡ പട്ടേൽ തിങ്കളാഴ്ച ദ്വീപിലെത്തും. ഉച്ചയ്ക്ക് 12:30 അഗത്തിയിൽ വിമാനമിറങ്ങുന്ന പട്ടേൽ 7 ദിവസം കവരത്തിയിൽ തങ്ങും. 20 അഡ്മിനിസ്ട്രേറ്റർ മടങ്ങും. അഡ്മിനിസ്ട്രേറ്ററെ വിമർശിച്ചതിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ ഐഷ സുൽത്താനയോട് കവരത്തി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് 20 അന്നുവരെ അദ്ദേഹം കവരത്തിയിലുണ്ടാകും. പ്രതിഷേധങ്ങൾ തടയാൻ കനത്ത സുരക്ഷ ദ്വീപിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്ററുടെ സന്ദർശന ദിവസങ്ങളിൽ ലോക്ക്ഡൌൺ ശക്തമാക്കാനും തീരുമാനമുണ്ട്. സാലി മുഹമ്മദ്, കൊച്ചി. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ഏകാധിപത്യ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ജനകീയ മുഖമായ ആയിഷ സുൽത്താനയ്ക്കെതിരായ കേസ് പിൻവലിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ആയിഷ സുൽത്താനയുമായി മന്ത്രി ഇന്ന് ടെലിഫോണിലൂടെ സംസാരിച്ചു. പോരാട്ടത്തിൽ ആയിഷ തനിച്ചല്ല എന്ന് മന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ ജനാധിപത്യ സമൂഹമാകെ ആയിഷയോടൊപ്പം ഉണ്ടാകും. ധൈര്യമായി മുന്നോട്ടു പോകാൻ എല്ലാവിധ പിന്തുണയും മന്ത്രി ആയിഷയ്ക്ക് വാഗ്ദാനം ചെയ്തു. നമസ്കാരം, ശിവൻകുട്ടിയാണ്. ഗുഡ് മോർണിംഗ്. വിവരങ്ങളെല്ലാം നമ്മൾ അറിയുന്നുണ്ട്, എല്ലാ വിവരങ്ങളും. ആകെ ഒരു അതെ വല്ലാത്തൊരു അന്തരീക്ഷമാണ്. നമ്മുടെ ലോകത്ത് ഒരു രാജ്യത്തും കാണാത്ത നടപടിക്രമങ്ങളാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കും ചോദിക്കാൻ എന്തും ചെയ്യും. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനും ഭരണഘടനയെ കശാപ്പ് ചെയ്യാനും അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മട്ടിലാണ് ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണടച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതാണല്ലേ പൗരത്വ നിയമത്തിൽ കണ്ടത്, കാശ്മീർ പ്രശ്നത്തിൽ കണ്ടത്, ലക്ഷദ്വീപ് പ്രശ്നത്തിൽ കണ്ടിട്ടുള്ളത്. എന്തിനധികം പറയുന്നു, ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പോലും ആൾക്കാരോട് പക്ഷപാതപരമായിട്ടല്ലേ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. വാക്സിൻ കൊടുക്കുന്ന പോലെ കാര്യത്തിൽ പോലും. അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഒരു പ്രശ്നമില്ല, കൂടെ ഉണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടെന്ന് സംസാരിക്കണം, പറ്റുമെങ്കിൽ സമയം എടുത്തിട്ട്. നമ്മൾ പ്രമേയമെല്ലാം പിന്നെ ഭരണ പ്രതിപക്ഷ ഭേദം എന്നെ പാസ്സാക്കിയിട്ടുള്ളതാണല്ലോ നിയമസഭയിൽ. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് വരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും നമുക്കും കാണാം, ഞാനും കാണാം, കുഴപ്പമില്ല, നമുക്കും കാണാം. ഓക്കെ താങ്ക് യു. ഇപ്പൊ പ്രോജക്റ്റ് ഒക്കെ ഉണ്ടോ? പ്രോജക്റ്റ് ഇപ്പം ഒക്കെ നിർത്തി വെച്ചേക്കായിരിക്കും അല്ലേ? അതെ നാളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തെന്ന് പറഞ്ഞിട്ട്. കാരണം അവരറിയാലോ, അവരിപ്പോ ഞാൻ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടാക്കിയപ്പോ ഞാൻ എല്ലാം നിർത്തി. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് മതി. അതെ. ഓക്കെ താങ്ക് യു. ഓക്കെ താങ്ക് യു സർ. സി കെ ജാനുവിന് പണം കൈമാറിയ സംഭവത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് കുരുക്കായി പുതിയ ശബ്ദരേഖ പുറത്ത്. BJPയിലെ ഗ്രൂപ്പിസം വ്യക്തമാക്കും വിധമുള്ള ഫോൺ സംഭാഷണത്തിൽ പണം കൈമാറുന്ന കാര്യം PK കൃഷ്ണദാസ് അറിയരുത് എന്നാണ് സുരേന്ദ്രൻ JRP നേതാവ് പ്രസീതയോട് പറയുന്നത്. ബാഗിൽ പണവുമായി കുറേ ദിവസമായി നടക്കുന്നുവെന്ന് കെ സുരേന്ദ്രൻ പറയുന്നതും ഈ ശബ്ദരേഖയിൽ വ്യക്തമാണ്. ആരെ കാര്യം പറയുന്നു സാർ? ഈ കാര്യമൊന്നും പറയാൻ സാധ്യതയില്ല. ഇല്ല അവർ പറയില്ല. അതെ അത് അവർ ഉൾക്കൊള്ളൂല. ഇല്ല അവരത് പറയില്ല, അതവർ പറയില്ല. ഓക്കെ ഓ ആയിക്കോട്ടെ ശരി. അത് കിട്ടുന്നുണ്ട്. അതെ അത് നമുക്കറിയാലോ സാറേ. ഭയങ്കര റിസ്ക് അല്ലേ? അത് ശരി. ഇത് ഇന്നലെ അവർക്ക് കുറച്ച് വയ്യായികയുണ്ട്. വയ്യായികയുള്ളതുകൊണ്ടാണ് കുറച്ച് കെ സുരേന്ദ്രൻ സി കെ ജാനുവിന് പണം കൈമാറുന്നതിനു മുൻപ് നടത്തിയ ഫോൺ സംഭാഷണമാണ് പുറത്തായത്. പണം കൈമാറുന്ന കാര്യം PK കൃഷ്ണദാസ് അറിയരുത് എന്നാണ് കെ സുരേന്ദ്രൻ JRP ട്രഷറർ പ്രസീതയോട് ആവശ്യപ്പെടുന്നത്. പണവും ബാഗിലാക്കി നടക്കുകയാണെന്ന് സുരേന്ദ്രൻ പറയുന്നതും വ്യക്തമാണ്. പണം കൈമാറുന്ന കാര്യം PK കൃഷ്ണദാസ് അറിയരുത് എന്ന് സുരേന്ദ്രൻ നിർദ്ദേശിച്ചിരുന്നതായി പ്രസീത അഴീക്കോട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. കൃഷ്ണദാസ് സി കെ ജാനുവിനെ വിളിച്ചിട്ടുണ്ട്, അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടോ എനിക്കറിയില്ല, ഈ ഒരു പൈസ കൈമാറുന്നതിൻ്റെ സമയത്ത് എന്നോട് ചോദിച്ചു, കൃഷ്ണദാസ് ഇതറിയോ?
ഇനിയിപ്പോൾ CK ജാനു പറഞ്ഞ് അറിയാൻ സാധ്യതയുണ്ടോ എന്നും എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ് സാധാരണ അവർ പൈസ കിട്ടുന്ന കാര്യം ആരോടും പറയാറില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇല്ല, പറയാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞത്. BJPയിലെ ഗ്രൂപ്പിസം വ്യക്തമാകുന്ന ഫോൺ സംഭാഷണം സുരേന്ദ്രന് എതിരായ PK കൃഷ്ണദാസ് വിഭാഗത്തിന്റെ ആയുധമായി മാറും. കൈരളി ന്യൂസ്, കണ്ണൂർ. JP നദ്ദയ്ക്ക് പിന്നാലെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ ശാസിച്ച് സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ്. ദേശീയ തലത്തിൽ പാർട്ടിയെ അപമാനിച്ചുവെന്നും കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ടു പോകാനും സുരേന്ദ്രന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ദില്ലിയിൽ ഒളിച്ചു താമസിക്കുകയല്ല എന്നും മാധ്യമങ്ങൾ വ്യാജവാർത്തകൾ നൽകുകയാണ് എന്നും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുരേന്ദ്രൻ പ്രതികരിച്ചു. കുഴൽപ്പണക്കേസിൽ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കുഴൽപ്പണക്കേസ്, ഫണ്ട് തട്ടിപ്പ്, K സുന്ദരിയുടെ പരാതി ഇവയ്ക്കു പുറമെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ ദയനീയ പ്രകടനവും K സുരേന്ദ്രനെതിരെ കേന്ദ്ര നേതൃത്വത്തിൽ വലിയ അതൃപ്തിക്കാണ് വഴിവെച്ചിരിക്കുന്നത്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്ക് പിന്നാലെ ഈ അതൃപ്തി വ്യക്തമാക്കിയാണ് സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷും സുരേന്ദ്രനെ ശാസിച്ചത്. BJPയെ ദേശീയ തലത്തിൽ തന്നെ അപമാനിക്കുന്നതാണ് സംസ്ഥാനത്തെ പ്രവർത്തനമെന്നും കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്നും നിർദ്ദേശിച്ചു. അതേസമയം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തിയായിരുന്നു സുരേന്ദ്രന്റെ വാർത്താസമ്മേളനം. കൊടകര കുഴൽപ്പണക്കേസിലെ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഭീഷണി. മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ നൽകുന്നു, 3-അംഗ സമിതിയെ നിയോഗിച്ചിട്ടില്ലെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു. പിന്നെ ഞാൻ അങ്ങനെ അറസ്റ്റിനെ ഭയപ്പെട്ടിട്ട് ഡൽഹിയിൽ ഇരിക്കുന്ന ആളാണ്. ഇപ്പം നാളെ ഞാൻ നാട്ടിലേക്ക് പോവാ. ആരോപണം തെളിയിക്കട്ടെന്ന് പോലീസ്. എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മത്സരിച്ച സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാനിത് വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അറസ്റ്റ് ഭയന്ന് ദില്ലിയിൽ ഒളിച്ചു താമസിക്കുകയല്ലെന്നും സുരേന്ദ്രൻ ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാധ്യമങ്ങളെ കടന്നാക്രമിച്ച ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്ന തന്ത്രമാണ് സുരേന്ദ്രൻ നടത്തിയത്. അതേസമയം ദിവസങ്ങളായി ദില്ലിയിൽ തന്നെ കഴിയുന്ന സുരേന്ദ്രൻ നാളെ കേരളത്തിലേക്ക് വരുമെന്നും അറിയിച്ചു. കൈരളി ന്യൂസ്, ദില്ലി. മഞ്ചേശ്വരം കോഴക്കേസിൽ കൂടുതൽ തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ K സുന്ദരയ്ക്ക് BJP നൽകിയ 2.5 ലക്ഷം കോഴപ്പണത്തിൽ 1 ലക്ഷം രൂപ സുഹൃത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. സുന്ദരയ്ക്ക് നൽകിയ സ്മാർട്ട് ഫോൺ കടയിൽ നിന്ന് വാങ്ങിയ BJP പ്രവർത്തകനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഈ 2 തെളിവുകളും മഞ്ചേശ്വരം കോഴക്കേസിൽ വളരെ നിർണായകമാണ്. K സുന്ദരയുടെ മൊഴിയെടുത്തപ്പോഴാണ് BJP നേതാക്കൾ നൽകിയ 2 ലക്ഷം രൂപയുടെ കോഴപ്പണം ചെലവഴിച്ചതിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചത്. ലഭിച്ച തുകയിൽ 1.5 ലക്ഷം രൂപ കുടുംബപരമായ ആവശ്യങ്ങൾക്ക് ചെലവഴിച്ചതായി K സുന്ദര ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു. ശേഷിക്കുന്ന 1 ലക്ഷം രൂപ സുഹൃത്തിന് നൽകിയെന്ന് സുന്ദര ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സുഹൃത്ത് ഈ തുക ബാങ്കിൽ നിക്ഷേപിച്ചതായി കണ്ടെത്തിയത്. ബാങ്കിലെ ഈ തുകയുടെ നിക്ഷേപ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട്. സുന്ദരയുടെ സുഹൃത്തിനെയും ക്രൈംബ്രാഞ്ച് ബന്ധപ്പെട്ടു. സുന്ദരയ്ക്ക് സ്മാർട്ട് ഫോൺ നൽകിയ BJP പ്രവർത്തകനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഫോൺ വാങ്ങിയ കടയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നുമാണ് BJP പ്രവർത്തകനെ തിരിച്ചറിഞ്ഞത്. ഇയാൾ മധുർ സ്വദേശിയാണ്. 15,000 രൂപ വിലയുള്ള ഫോൺ എന്നാണ് BJP നേതാക്കൾ സുന്ദരയോട് പറഞ്ഞത്. എന്നാൽ ഇതിന്റെ വില 10,000 രൂപയിൽ താഴെയാണ്. BJPക്കാർ നൽകിയ 2.5 ലക്ഷം രൂപയിൽ ഒരു വിഹിതം കണ്ടെത്താൻ സാധിച്ചതും മൊബൈൽ ഫോൺ വാങ്ങിയത് സംബന്ധിച്ച തെളിവുകൾ ലഭ്യമായതും മഞ്ചേശ്വരം കോഴക്കേസ് അന്വേഷണത്തിൽ നിർണായകമാണ്. കൈരളി ന്യൂസ്, കാസർഗോഡ്. കോൺഗ്രസിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച മലങ്കര കത്തോലിക്ക സഭ മുഖമാസികയായ ക്രൈസ്തവ കാഹളത്തിലാണ് ഈ വിമർശനം. പരമ്പരാഗത വിഭാഗങ്ങൾ കോൺഗ്രസിനെതിരായിട്ടും കാരണം പഠിക്കാനോ പരിഹരിക്കാനോ ശ്രമിക്കാതെ കോൺഗ്രസ് ഇരുട്ടിൽ തപ്പുകയാണ്. കോൺഗ്രസിൻ്റേത് ആടിനെ പ്ലാവില കാട്ടി കൂട്ടിൽ കയറ്റുന്ന വഞ്ചനയാണ്. കോൺഗ്രസ് മുസ്ലിം ലീഗ് എന്ന സമുദായ രാഷ്ട്രീയ സംഘടനയുടെ നിഴലായി മാറുന്നുവെന്നും വിമർശനമുണ്ട്. മലങ്കര കത്തോലിക്ക സഭയുടെ മുഖമാസികയായ ക്രൈസ്തവ കാഹളത്തിന്റെ പുതിയ പതിപ്പിലാണ് UDF കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നിശിത വിമർശനം ഉയർത്തുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വിഭാഗം UDFനെ കൈവിട്ടു. എന്നാൽ പരമ്പരാഗത വിഭാഗങ്ങൾ കോൺഗ്രസിനെതിരായിട്ടും കാരണം പഠിക്കാനോ പരിഹരിക്കാനോ ശ്രമിക്കാതെ കോൺഗ്രസ് ഇരുട്ടിൽ തപ്പുന്നുവെന്നും കാഹളം വിമർശനമുന്നയിക്കുന്നു. ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങിയെന്ന് വലതുപക്ഷ രാഷ്ട്രീയ ആചാര്യന്മാർ മനസ്സിലാക്കണമെന്നും കാഹളം പരിഹാസമുയർത്തുന്നുണ്ട്. നാടാർ സമുദായത്തെ കോൺഗ്രസ് വഞ്ചിച്ചു. ഇതിന്റെ പ്രതിഫലനമാണ് തിരുവനന്തപുരം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്നും കാഹളം പറയുന്നു.
ആടിനെ പ്ലാവില കാട്ടി കൂട്ടിൽ കയറ്റുന്ന കോൺഗ്രസ് വഞ്ചന നാടാർ ക്രൈസ്തവർ തിരിച്ചറിഞ്ഞുവെന്നും കാഹളം ഓർമ്മപ്പെടുത്തുന്നു. സംവരണ വിഷയത്തിൽ സഭയുടെ ആശങ്ക ഉമ്മൻചാണ്ടി സർക്കാർ പരിഗണിച്ചില്ല. ഭരണത്തിന്റെ അവസാന നാളിൽ ഭയന്ന് പിന്മാറിയെന്നും പിണറായി സർക്കാർ സംവരണം ധൈര്യപൂർവ്വം നടപ്പിലാക്കിയെന്നും കാഹളം വ്യക്തമാക്കുന്നു. മുസ്ലിം ലീഗ് എന്ന സമുദായ രാഷ്ട്രീയ സംഘടനയുടെ നിഴലിലേക്ക് ചുരുങ്ങിപ്പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസ് മാറിയെന്ന ഗുരുതര നിരീക്ഷണവും കാഹളത്തിന്റെ ലേഖനത്തിലുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മുട്ടിൽ മരമുറി കേസ് ക്രൈംബ്രാഞ്ച് ADGP ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. ക്രൈംബ്രാഞ്ച് ഫോറസ്റ്റ് വിജിലൻസ് ഉദ്യോഗസ്ഥർ ഈ സംഘത്തിലുണ്ടാകും. സർക്കാർ ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്ത് മരമുറി നടന്നിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുക. ഉന്നതതല അന്വേഷണത്തിന് മുഖ്യമന്ത്രിയാണ് ഉത്തരവിട്ടത്. സംഘത്തിലുള്ള വിജിലൻസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഇന്ന് തീരുമാനിക്കും. മുട്ടിൽ മരമുറി അന്വേഷണം നടക്കട്ടെ എന്ന ഉമ്മൻചാണ്ടി ഉത്തരവ് ദുരുപയോഗം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണത്തെ മുൻധാരണയോടെ കാണാനില്ല. മാംഗോ ഫോണുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അറിയില്ല എന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളും നടക്കട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. അതിനു മുമ്പൊരു മുൻവിധിയോടുകൂടി അതിനെ സമീപിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കട്ടെ. തെറ്റ് ചെയ്തിട്ടുള്ളവന്, നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുള്ളവർ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കർഷകരുടെയും കർഷക സംഘടനയ്ക്കും ദീർഘകാലമായി ഉന്നയിച്ചു വന്ന ആവശ്യമെന്ന നിലയിലാണ് 1964 ഭൂമി പതിച്ചു നൽകൽ നിയമത്തിലെ ഈ ചട്ടം ഭേദഗതി ചെയ്തതെന്ന് മുൻ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. കർഷകർ നട്ടുവളർത്തിയതോ പട്ടയം ലഭിച്ച ശേഷം കിളിർത്തു വന്നതോ ആയ മരങ്ങൾ മാത്രം മുറിക്കാനായിരുന്നു അനുമതി നൽകിയത്. താഴെത്തട്ടിൽ ഈ ഉത്തരവ് ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണം ഉയർന്നതിനാൽ ഏത് അന്വേഷണവും നടത്താവുന്നതാണ് എന്ന് ഇ ചന്ദ്രശേഖരൻ MLA കൈരളി ന്യൂസിനോട് പറഞ്ഞു. 1964 ഭൂമി പതിവ് നിയമപ്രകാരം ഭൂമി പതിച്ചു കിട്ടിയ കർഷകർക്ക് അവരുടെ ഭൂമിയിൽ അവർ നട്ടുവളർത്തിയതോ തനിയെ കിളിർത്തു വന്നതോ ആയ മരങ്ങൾ മുറിക്കാൻ നിയമം അനുവദിച്ചിരുന്നില്ല. ഇത് കർഷകർക്ക് വലിയ പ്രയാസവും ദുരിതങ്ങളും സൃഷ്ടിച്ചു. ഇതേ തുടർന്ന് സർവകക്ഷി യോഗങ്ങളിലും കർഷക സംഘടനകളും നിയമത്തിൽ ഭേദഗതി വേണമെന്ന് ആവശ്യപ്പെട്ടു. സതുദ്ദേശപരമായാണ് സർക്കാർ ഈ ചട്ടത്തിൽ ഭേദഗതി വരുത്തി ചന്ദനമൊഴികെയുള്ള ഇത്തരം മരങ്ങൾ മുറിക്കാൻ കർഷകർക്ക് അനുമതി നൽകിയതെന്ന് മുൻ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇത് കൃഷിക്കാരന്റെ താല്പര്യം സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരന്തരമായ അവരുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു തീരുമാനം. 2005 ഒരു ആക്ട് ഉണ്ടായിട്ടുണ്ട് UDFന്റെ ഭരണകാലത്ത്, പ്രൊമോഷൻ ഓഫ് ട്രീ ഗ്രോത്ത് ആക്ട്. വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ്. ആ ആക്ടിലെ 6ാമത്തെ ഉപവകുപ്പിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന മറ്റേത് നിയമത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും സർക്കാർ അനുവദിച്ച ഭൂമിയിൽ കൃഷിക്കാരൻ വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന മരങ്ങൾ, ചന്ദനം ഒഴികെയുള്ള എല്ലാ മരങ്ങളും മുറിച്ചു മാറ്റുന്നതിന് അവൻ അവകാശം നൽകുന്നതാണ് എന്ന് ആ ആക്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന ഉത്തരവിൽ അത് മെൻഷൻ ചെയ്തിരിക്കുകയാണ്. എന്നാൽ നിയമ ഭേദഗതിയുടെ മറവിൽ മറ്റു മരങ്ങളും മുറിച്ചു നീക്കുന്നതായി പരാതി ഉയർന്നു. താഴെത്തട്ടിൽ ചില ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് നിക്ഷിപ്ത താൽപര്യക്കാരാണ് ഇത് ചെയ്തത്. നിയമ ഭേദഗതിയുടെ ദുരുപയോഗം ശ്രദ്ധയിൽപ്പെട്ട് ഉടൻ തന്നെ ഉത്തരവ് പിൻവലിക്കുകയും ചെയ്തു. അതോടൊപ്പം മേലുദ്യോഗസ്ഥരെ വകുപ്പുതല അന്വേഷണത്തിന് നിയോഗിച്ചു. ഇത് സംബന്ധിച്ച് ഏതുതരം അന്വേഷണവുമാകാമെന്ന് മുൻമന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. എന്നാൽ താഴെ തലങ്ങളിൽ എവിടെയെങ്കിലും ഈ ഉത്തരവിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയോ ദുരുപയോഗം ചെയ്യുകയോ ഈ പറയുന്നതല്ലാത്ത ഭൂമിയിൽ നിന്ന് മരം മുറിക്കുകയോ ഇപ്പോൾ മുറിച്ചതല്ലാത്ത മരം ഈ ഉത്തരവിന്റെ വെളിച്ചത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടെത്താനുള്ള അന്വേഷണം ഏതുമാവാം. റവന്യൂ, വനം വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. തെറ്റ് ചെയ്തവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇ ചന്ദ്രശേഖരൻ MLA പറഞ്ഞു. കൈരളി ന്യൂസ്, കാസർഗോഡ്. വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്നും ജീവിക്കാൻ അനുവദിക്കണമെന്നും നെന്മാറ ദമ്പതികൾ. സജിതയെ മതം മാറ്റിയെന്നും തടവിൽ പാർപ്പിച്ചു എന്നുമുള്ള ആരോപണം തെറ്റാണ് എന്ന് റഹ്മാനും സജിതയും പറഞ്ഞു. വീട്ടിൽ സജിതയെ ഒളിവിൽ പാർപ്പിച്ചു എന്ന വാദം ശരിയല്ല എന്ന് റഹ്മാന്റെ മാതാപിതാക്കൾ അറിയിച്ചു. ഞങ്ങളും മനുഷ്യരാണ്, ജീവിക്കാൻ അനുവദിക്കണം. നെന്മാർ അയിലൂരിൽ പ്രണയിച്ച പെൺകുട്ടിയെ 10 വർഷം വീട്ടിൽ ഒളിവിൽ പാർപ്പിച്ച സംഭവം വലിയ വിവാദവും ചർച്ചയുമായി നിൽക്കുമ്പോൾ വിത്തനശ്ശേരിയിലെ വാടക വീട്ടിൽ നിന്ന് ദമ്പതികളായ റഹ്മാനും സജിതയും പറയുന്നു. ഇല്ല, അത് അവളുടെ വീട്ടില് അവൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല മതം മാറ്റണമെന്ന്. അത് അവളുടെ രീതിയിൽ അവൾ ജീവിക്കട്ടെ. നമ്മുടെ പ്രചരണങ്ങളെല്ലാം തെറ്റാണ്. അതൊക്കെ തെറ്റാണ്, ഭയങ്കരമായിട്ടുള്ള തെറ്റാണ്. അങ്ങനെ ഞാൻ ശ്രമിച്ചിട്ടില്ല, ഇതാവില്ല. സ്വന്തം ഇഷ്ടപ്രകാരമാണ് റഹ്മാനോടൊപ്പം ഇത്രയും കാലം താമസിച്ചത്. മതം മാറ്റിയെന്നും തടവിൽ പാർപ്പിച്ചുവെന്നുമുള്ള ആരോപണം ശരിയല്ല. രണ്ടുപേരും അവരവരുടെ മതവിശ്വാസ പ്രകാരമാണ് ജീവിക്കുന്നതെന്നും ഇരുവരും പറഞ്ഞു. അതേസമയം വീട്ടിൽ 10 വർഷം സജിതയെ ഒളിവിൽ പാർപ്പിച്ചുവെന്ന് റഹ്മാൻ പറയുന്നത് തെറ്റാണെന്ന് മാതാപിതാക്കൾ ആവർത്തിച്ചു.
ഇവർ തമ്മിലുള്ള ബന്ധമറിഞ്ഞിരുന്നെങ്കിൽ വിവാഹം നടത്തിക്കൊടുക്കുമായിരുന്നു. സന്തോഷമായി, അല്ലാതെ വേറെ ഇതുവരെയും കാണാത്തത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം പോലെയായി. അത്രയേ ഉള്ളൂ. കാലം കാണാതെ ഇരുന്ന് മകളെ കണ്ടുകിട്ടിയപ്പോൾ സന്തോഷമായി. സംഭവത്തെക്കുറിച്ച് യുവജന കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു. കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ടി മഹേഷ് ദമ്പതികളുടെയും മാതാപിതാക്കളുടെയും മൊഴി രേഖപ്പെടുത്തി. സ്വമേധയാ കേസെടുത്ത വനിതാ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം വനിതാ കമ്മീഷൻ തെളിവെടുപ്പിനെത്തും. കൈരളി ന്യൂസ്, പാലക്കാട്. പെറ്റമ്മയെ തേടിയലഞ്ഞ സൗന്ദരരാജന്റെ തോരാത്ത കണ്ണീരിന് വിരാമം. മാനസിക നില തെറ്റി വീട് വിട്ടിറങ്ങിയ അമ്മയെ 10 വർഷത്തിന് ശേഷം കണ്ടുകിട്ടിയ സന്തോഷത്തിലാണ് മകൻ സൗന്ദരരാജൻ. മരിച്ചുവെന്ന് കരുതി പോലീസ് എഴുതിത്തള്ളിയ ശിവഗംഗ സ്വദേശി പളനിയമ്മാളിന്റെയും മകൻ സൗന്ദരരാജന്റെയും കണ്ടുമുട്ടൽ നടന്നതാവട്ടെ തോന്നക്കിലെ ചാരിറ്റി വില്ലേജിൽ വെച്ചാണ്. തൃശൂർ വരന്തപ്പള്ളിയിൽ മാനസിക രോഗിയായ മകൻ അമ്മയെ അടിച്ചുകൊന്ന ഞെട്ടിക്കുന്ന വാർത്ത കേട്ടാണ് നമ്മളുടെ ഒരു ദിവസം കടന്നു പോകുന്നതെങ്കിൽ പെറ്റമ്മയ്ക്ക് വേണ്ടി 10 കൊല്ലം വഴിക്കണ്ണുകളോടെ കാത്തിരുന്ന മറ്റൊരു മകൻ്റെ സന്തോഷം നിറഞ്ഞ മുഖമാണ് ഇവിടെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത്. പത്ത് വർഷങ്ങൾക്ക് മുമ്പ് മാനസിക നില തെറ്റി വീട് വിട്ടിറങ്ങിയ ശിവഗംഗ സ്വദേശിനിയായ പളനിയമ്മയെ തേടാൻ ഇനിയൊരു സ്ഥലവും മകൻ സൗന്ദരരാജന് ബാക്കിയുണ്ടായിരുന്നില്ല. 3 വർഷത്തോളം പളനിയമ്മയുടെ തിരോധാനം അന്വേഷിച്ച തമിഴ്നാട് പോലീസ് അവർ മരണപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതി കേസ് അവസാനിപ്പിച്ചു. എന്നാൽ തെരുവിൽ അലഞ്ഞു നടന്ന ഇവരെ 3 വർഷങ്ങൾക്ക് മുമ്പ് ലീഗൽ സർവീസ് അതോറിറ്റി വെഞ്ഞാറമൂട് ചാരിറ്റി വില്ലേജിലെത്തിച്ചു. ഇവിടെ നടത്തിയ ചികിത്സയിലാണ് പളനിയമ്മ ബന്ധുക്കളെപ്പറ്റി വിവരം നൽകിയത്. കഴിഞ്ഞ ദിവസം ഈറോഡ് തഹസീൽദാരാണ് പളനിയമ്മാളിൻ്റെ മകനായ സൗന്ദരരാജനെ ഫോണിൽ വിളിച്ച് അമ്മയെ കേരളത്തിൽ കണ്ടെത്തിയ വിവരം അറിയിച്ചത്. 10 വർഷത്തിനു ശേഷം വീട് വിട്ടിറങ്ങിയ അമ്മയെ കണ്ടുകിട്ടിയ സന്തോഷത്തിലാണ് സൗന്ദരരാജൻ. அப்புறம் நான் அவங்க கான்டாக்ட் பண்ணி சொல்லி இங்கே உள்ள நம்பர் கொடுத்தாங்க. இங்கே உள்ள நம்பர் நாங்கள் கான்டாக்ட் பண்ணி பேசினோன்னே உங்கள் ஃபோட்டோ எல்லா லொக்கேஷன் எல்லாமே கொடுத்தாங்க. இங்கே வந்து பார்த்தா எங்கள் அம்மா தான் இருக்காங்க. எங்கள் அம்மா நான் கூட்டிகிட்டு போக வந்திருக்கேன். ரொம்ப சந்தோஷம் தான். இப்போ உயிரோட பார்க்குறது ரொம்ப சந்தோஷமாக இருக்குது எங்களுக்கு. പളനിയമ്മയെ പോലെ 80ഓളം പേർ ചാരിറ്റി വില്ലേജിന്റെ സംരക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ഇതിൽ ഭിക്ഷാടന മാഫിയ, കണ്ണും നാക്കും മുറിച്ചെടുത്ത സംസാരിക്കാനാവാത്ത ബാലൻ ഉൾപ്പെടെ 3 പേരുടെ നാടും വീടും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ചാരിറ്റി വില്ലേജിന്റെ ചെയർമാൻ തോന്നക്കൽ ഉവൈസ് അമാനി കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് അവർ അത്യാവശ്യം നമ്മൾ തെറാപ്പികളിലൂടെയൊക്കെ സംസാരിച്ച് തുടങ്ങി. ചെറിയൊരു മാറ്റം വന്നു. അങ്ങനെ നാടും വീടും അന്വേഷിച്ച് വരുമ്പോഴാണ് തമിഴ്നാട്ടിലെ ഹൊസൂർ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ അന്വേഷിച്ചു. നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാഫ് അതിനുവേണ്ടി നന്നായിട്ട് പരിശ്രമിച്ചിട്ടാണ് ഈ നാട് തിരുപ്പറൈക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് അവർ വഴിക്കാണ് ഈ അമ്മയുടെ മകനെയും കുടുംബത്തിനെയും അന്വേഷിച്ചെത്തുന്നത്. മരണപ്പെട്ടെന്ന് കരുതിയ അമ്മയെ തിരികെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് സൗന്ദരരാജൻ. ഇനി അമ്മയെ നാട്ടിൽ കൊണ്ടുപോയി ചികിത്സിക്കണമെന്നും അവശിഷ്ടകാലം അമ്മയെ പൊന്നുപോലെ നോക്കണമെന്നുമാണ് സൗന്ദരരാജൻ്റെ ആഗ്രഹം. ദശാബ്ദത്തിന് ശേഷമുള്ള അമ്മ മകൻ കൂടിക്കാഴ്ച കണ്ടുനിന്നവരുടെ കണ്ണുകളെയും ഈറനണിയിച്ചു. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. അലഞ്ഞു തിരിഞ്ഞു നടന്ന മധ്യപ്രദേശുകാരന്റെ രക്ഷിതാക്കളെ കണ്ടെത്തി കൊല്ലം കോർപ്പറേഷൻ. മധ്യപ്രദേശ് സ്വദേശി 19കാരനായ ശിവയെയാണ് അമ്മയ്ക്ക് കൈമാറിയത്. निकलवा दो साथ में, निकलवा दो, बोलो मम्मी, मम्मी बोलो। क्षमा कर दिया, आप चिंता मत करो। നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മകനെ തിരികെ കിട്ടിയ അമ്മയുടെയും അമ്മയെ തിരികെ കിട്ടിയ മകന്റെയും സ്നേഹം ഈ കാഴ്ചകൾക്കപ്പുറം പറഞ്ഞറിയിക്കാനാകില്ല. 5 മാസം മകനെ പിരിഞ്ഞ മധു ചൗധരിക്ക് മകനെ തിരികെ കിട്ടിയപ്പോൾ 2ാം ജന്മം ലഭിച്ചതുപോലെയായിരുന്നു. അമ്മ മകന് ഭക്ഷണം നൽകുന്നതും മകൻ അമ്മയ്ക്ക് ഭക്ഷണം നൽകുന്നതും കണ്ണുനിന്നവരുടെ കണ്ണുകളിൽ ഈറനണിയിച്ചു. അഞ്ചു മാസം മുമ്പ് ജോലി തേടി വീട് വിട്ടിറങ്ങിയ ശിവ ചെന്നൈയിലെത്തി. പിന്നീട് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതോടെ സമതല തെറ്റി. ഒടുവിൽ കൊല്ലത്തെത്തി കിളികല്ലൂരിൽ റെയിൽവേ ട്രാക്കിൽ അവശനിലയിൽ കണ്ടതോടെ കൊല്ലം കോർപ്പറേഷന്റെ ശരണാലയത്തിൽ എത്തിച്ചു.
വോളണ്ടിയർ ബിബിനാണ് ശിവയുടെ ബന്ധുക്കളെ ഫേസ്ബുക്കിലൂടെ കണ്ടെത്തിയത്. പുള്ളിക്കാരൻ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ ഇരിക്കാൻ നേരത്ത് കൂടെ പിടിച്ചുകൊണ്ടിരുത്തി. കാര്യം എന്ന് വെച്ചാൽ അബ്നോർമൽ കണ്ടീഷൻ കാണിച്ചതുകൊണ്ട് ഇടയ്ക്കൊന്ന് കൂടെ പിടിച്ചുകൊണ്ടിരുത്തിയതാണ്. അപ്പം പുള്ളിക്കാരൻ ഞങ്ങളെ ഫേസ്ബുക്കിൽ കയറുന്നതുകൊണ്ട് പുള്ളിക്കാരൻ തന്നെയാണ് ഒരു ചേട്ടൻ്റെ പേര് പറയുകയും ചേട്ടനെ ഞങ്ങൾ ഫേസ്ബുക്ക് വഴി ബന്ധപ്പെടുകയും ചെയ്തത്. പക്ഷേ ഈ പയ്യൻ ഇവിടെ വന്നിട്ട് ഒരു ഏകദേശം 8 മാസമായെന്നാണ് അവർ പറയുന്നത്. ആദ്യത്തെ 2 മാസം കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പയ്യൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ പോയി, സിമ്മൊക്കെ പോയി. അങ്ങനെ പയ്യൻ ഒറ്റപ്പെട്ട് പോയപ്പോഴത്തേക്ക് പയ്യൻ്റെ ഒരു നോർമൽ കണ്ടീഷൻ മാറി. അങ്ങനെ പയ്യൻ ഇങ്ങനെ ഇവിടെ അലഞ്ഞിരിഞ്ഞ് നടന്നപ്പോഴത്തേക്ക് ഈ ട്രോമ കെയറുകാർ ഇവിടെ കൊണ്ടുവന്നതാണ്. മഹാമാരിയുടെ കാലത്ത് ഒരു കുടുംബത്തിനെങ്കിലും സന്തോഷം നൽകാനായതിൽ അഭിമാനമുണ്ടെന്ന് മേയർ പ്രസന്ന ഏണസ്റ്റ് പറഞ്ഞു. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ ശിവയുടെ അച്ഛൻ മരിച്ചു പോയേക്കുന്നു. അമ്മയെ കണ്ടപ്പോൾ അവന് വളരെ സന്തോഷമായി. ഇപ്പം നമ്മളെല്ലാം കൂടെ ചേർന്ന് തീർത്തും പറഞ്ഞാൽ അവർ വളരെ സനാതനായി തന്നെ സന്തോഷത്തോടെ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് നമുക്കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞാലും വളരെ സന്തോഷവും നല്ല ഒരു സംതൃപ്തിയുള്ള പ്രവർത്തനമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. വീടില്ലാത്ത കുടുംബങ്ങൾ വരെ താൽക്കാലിക അഭയ കേന്ദ്രത്തിലുണ്ട്. കൊല്ലത്തുനിന്ന് ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാർ. IS-ൽ ചേർന്ന 4 മലയാളി വനിതകളെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തിരികെ എത്തിക്കേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ. ജയിലിൽ കഴിയുന്ന ഇന്ത്യ ഏറ്റുവാങ്ങണമെന്ന അഫ്ഗാൻ സർക്കാരിന്റെ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കേന്ദ്രം ഈ നിലപാടെടുത്തത്. ഹിന്ദുക്കളുടെ പാർട്ടി എന്ന് പറയുന്ന BJP തന്റെ മകളെ രക്ഷിക്കാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് നിമിഷ ഫാത്തിമയുടെ അമ്മ കുറ്റപ്പെടുത്തി. Now what I want is I want to return to India, to my husband's family, and I want to cut myself off from everything that has happened. Anyway, my husband is also no more, and now what I have left is only my husband's family, and now I wish to return back to India. Yeah, of course. See, I can't say that I want to stay in Afghanistan. See, Afghanistan is not my place. India was my place. So if they will take me, they won't put me in jail and I'm not oppressed, then I would want to go back to India. തന്റെ നാട് അഫ്ഗാൻ അല്ലെന്നും പറ്റുമെങ്കിൽ ഇന്ത്യയിൽ തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നുവെന്നും നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യനും പറഞ്ഞിരുന്നു. എന്നാൽ IS ഉപേക്ഷിച്ച് തിരിച്ച് ഇന്ത്യയിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന നിമിഷയടക്കം 4 വനിതകളെ നാട്ടിലേക്ക് തിരികെ പ്രവേശിക്കില്ലെന്ന വാശിയിലാണ് കേന്ദ്ര സർക്കാർ. കുടുംബസഹിതം അഫ്ഗാനിൽ IS-നായി പ്രവർത്തിക്കവേ ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ടവരുടെ ആവശ്യമാണ് വിദേശകാര്യ വകുപ്പ് നിരാകരിച്ചത്. അഫ്ഗാൻ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥനയും കേന്ദ്ര സർക്കാർ തള്ളി. 4 വനിതകളുടെ കാര്യത്തിലാണ് കേന്ദ്ര സർക്കാർ നിഷേധക്കുറിപ്പിറക്കിയത്. എന്നാൽ ഞാനും ഇന്ത്യക്കാരിയാണെന്നും സ്വന്തം മകളെ തിരികെ എത്തിക്കാൻ അമിത്ഷായ്ക്കുൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും മറുപടി ഉണ്ടായില്ല എന്നും നിമിഷയുടെ അമ്മ ബിന്ദു പറഞ്ഞു. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ്, ഞാൻ ഈ ഒരു ഇന്ത്യക്കാരിയാണ്, അപ്പം എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കറിയാം. ഡൽഹിയിൽ പോയിട്ടും എനിക്ക് കാണാൻ പറ്റാത്തതായിരുന്നു അമിത്ഷാ. കാരണം ഞാൻ പുറത്ത് നിന്നിട്ട് കൂടി അയാൾ പറഞ്ഞത് ഇതാണ്, എനിക്കവരെ കാണണ്ട, അവരെ മോൾ മുസ്ലിം ആയതല്ലേ എന്ന്. അത്ര നീചമായിട്ടാണ് എന്നെ എല്ലാവരും ചെയ്തത്. നിമിഷ ഫാത്തിമ, സോണിയ സെബാസ്റ്റ്യൻ, റഫേലോ, മെറിൻ ജേക്കബ് എന്നിവരാണ് അഫ്ഗാനിസ്ഥാനിൽ ജയിലിലുള്ളത്. ഇവർക്കൊപ്പം 2 ഇന്ത്യൻ വനിതകളും 1 പുരുഷനും ജയിലിലുണ്ട്. കുട്ടികൾക്കൊപ്പം നിലവിൽ അഫ്ഗാൻ ജയിലിലുള്ള വിദേശ പൗരന്മാരായ ഭീകരരെ അവരുടെ രാജ്യങ്ങളിലേക്ക് മടക്കിവിടാനുള്ള നിരന്തര പരിശ്രമമാണ് അഫ്ഗാൻ സർക്കാർ നടത്തുന്നത്. ഇന്ത്യയെ വഞ്ചിച്ചുകൊണ്ട് ആഗോള ഭീകരരായി പോയവരെ തിരികെ സ്വീകരിക്കാനാവില്ലെന്ന കർശന നിലപാടാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. നന്ദകുമാർ, ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ 15 വരെ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെട്രോൾ ഡീസൽ വിലവർധനയ്ക്കെതിരെ പാളവണ്ടി വലിച്ച് പ്രതിഷേധം. കണ്ണൂർ പ്രാപ്പോയിലാണ് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ പാളവണ്ടി ഓട്ട മത്സരം സംഘടിപ്പിച്ചത്. 2 ലിറ്റർ പെട്രോളാണ് വിജയികൾക്ക് സമ്മാനമായി നൽകിയത്. എണ്ണവില കുതിച്ചുയരുമ്പോൾ ഒരു കാറോട്ട മത്സരം സംഘടിപ്പിക്കുക എളുപ്പമല്ല. എന്നാൽ പിന്നെ കാർ റേസിനെ വെല്ലുന്ന ഒരു പാളവണ്ടി റേസ് സംഘടിപ്പിച്ചു കളയാമെന്നായി കണ്ണൂർ പ്രാപ്പുയിലെ യുവാക്കൾ. പെട്രോൾ ഡീസൽ വിലവർധനവിന് എതിരെയായിരുന്നു ഡിവൈഎഫ്ഐ പ്രാപ്പുയിൽ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധം. കേരളത്തിൽ തന്നെ 3 ജില്ലകളിൽ പെട്രോളിന് 100 രൂപയിൽ മേലെ വില വർദ്ധിച്ചിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ പ്രാപ്പുയിൽ ടൗൺ യൂണിറ്റും ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു രീതിയിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പ്രാപ്പുയിൽ ടൗണിലാണ് മത്സരം നടന്നത്. 2 ലിറ്റർ പെട്രോളാണ് വിജയികൾക്ക് സമ്മാനമായി നൽകിയത്. ചെറുപുഴ പഞ്ചായത്ത് അംഗം KM ഷാജി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി അംഗം K അഭിജിത്ത്, KP മഹിജ, T അഭിനന്ദ് എന്നിവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, കണ്ണൂർ.